യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി ഈ വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാം ഈ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം പുതു തുടക്കം. നമസ്കാരം. മഴയൊന്ന് പെയ്താൽ മരം 7 പെയ്യും. മഴയെക്കുറിച്ചും മരത്തെക്കുറിച്ചും ഇത്ര മനോഹരമായൊരു പഴഞ്ചൊല്ല് വേറെയില്ല. ഈ റിയാലിറ്റി ഷോയുടെ തുടക്കത്തിൽ ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരോട് ചോദിച്ചത് അവർ നടപ്പാക്കിയ 3 മികച്ച പദ്ധതികളാണ്. എന്നാൽ സാമൂഹ്യ സേവനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും എണ്ണമറ്റ പദ്ധതികൾ ഇവിടെ മരം പെയ്യുന്ന പോലെ പെയ്ത് തിമിർക്കുകയാണ്. കൂട്ടായ്മയിലൂടെ നാടിന്റെ വികസനം രചിച്ച നാട്ടിൻപുറത്തെ സ്ത്രീകളുടെ കഥകൾ ഇവിടെ തുടരുകയാണ്. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴയിലെ കടലോര ഗ്രാമമാണ് മാരാരിക്കുളം തെക്ക്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും കയർ തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന ഇടം. ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പദ്ധതി പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിച്ച മാരാരിക്കുളം തെക്ക് CDSനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. മാരാരിക്കുളം തെക്ക് CDS മൊത്തം ADS 23, അയൽക്കൂട്ടം 617, BPL അംഗങ്ങൾ 7869, APL അംഗങ്ങൾ 1658, SC അംഗങ്ങൾ 669, ST അംഗങ്ങൾ 163. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. മുൻ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീ R ഹേലി. പ്രമുഖ ചലച്ചിത്ര താരം ശ്രീമതി KPSC ലളിത. നാടിന് മാതൃകയാക്കാവുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച CDS ആണ് മാരാരിക്കുളം തെക്ക് CDS. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് MG പ്രസന്ന, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ഷീല സുരേഷ്, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. CDSന്റെ ചെയർപേഴ്സണാണ് ഇന്ദിര തിലക്. എൻ്റെ പേര് സ്നേഹജൻ, മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 3.5 വർഷം പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അംഗമാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഘട്ടത്തിൽ ഞാനാണ് എൻ്റെ കാര്യങ്ങൾ. PV സത്യനച്ചൻ, പ്രസിഡന്റ്, മാരാരിക്കുളം സൗത്ത് പഞ്ചായത്ത്.
ഈ കടലൂർ ഗ്രാമത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമില്ലേ? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മാരാരിക്കുളം തെക്ക് CDSന് സ്വാഗതം. ഞങ്ങൾ അധികം പറയുന്നില്ല, നിങ്ങൾ പറയാമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം അല്ലേ? അപ്പോൾ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ കുടുംബശ്രീയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മാരാരിക്കുളം തെക്ക് CDS 617 കുടുംബശ്രീ യൂണിറ്റുകളാണ്. 23 വാർഡുകളിലായിട്ടാണ് ഈ യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. മുഴുവൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ BPL കുടുംബങ്ങളെ ഇതിൽ കണ്ണികളാക്കി. 90% മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ഇതിൽ കണ്ണികളാണ്. ഞങ്ങൾക്ക് 67 തൊഴിൽ സംരംഭ യൂണിറ്റുകളുണ്ട്. ലിങ്കേജ് ലോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷിയിലും എല്ലാം ഞങ്ങൾ വിജയിച്ച കാലഘട്ടത്തിലാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സർവേയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ പഞ്ചായത്തും CDSും എല്ലാം കൂടി നടപ്പിലാക്കി വരികയും അതിൽ നിന്നാണ് ഞങ്ങൾ സ്ത്രീ സൗഹൃദ ഗ്രാമം ആക്കി മാറ്റി ആ പ്രോജക്റ്റിലൂടെ ഞങ്ങൾ നടപ്പിലാക്കി. അതിലൂടെയാണ് ഈ 3 പ്രോജക്റ്റുകൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന 3 ഫിലിമുണ്ട്. അത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ ഈ ഫിലിമിൽ വരുന്നത്? സ്ത്രീ സൗഹൃദ ഗ്രാമം, ശിങ്കാരി മേളം, യോഗ, കൗൺസിലിംഗ്, ജാഗ്രതാ സമിതി, ബാഡ് സ്കൂൾ. അപ്പൊ എന്താണ് ഈ സ്ത്രീ സൗഹൃദ ഗ്രാമം എന്നൊന്ന് പറയണം. അതിനു മുമ്പ് സ്ത്രീ സൗഹൃദമല്ലാത്ത ഗ്രാമമായിരുന്നു, ഇപ്പൊ സ്ത്രീ സൗഹൃദ ഗ്രാമമായി. 23 വാർഡുകളിലായിട്ട് 100 കുടുംബശ്രീ യോഗങ്ങൾ ഞങ്ങൾ വിളിച്ചു ചേർത്തു. പക്ഷേ സ്ത്രീ പഞ്ചായത്ത് മെമ്പർമാരായ ഞങ്ങളോട് നേരിട്ട് പറയുന്നതും, പക്ഷെ ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോഴേ ഓരോരുത്തർക്കും ഉണ്ടായ, അവരുടെ മക്കൾക്കുണ്ടായ അനുഭവം, ഒരു സ്ത്രീ അതിൽ പ്രതികരിച്ചത്, എന്തിന് ഈ ജന്മം എനിക്ക് ഈ ശരീരവും വെച്ചുണ്ട്, എന്തിന് ഈ ജന്മം, ഒട്ടേറെ വിഷമതകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളിപ്പോൾ ഇതിൽ അവകാശപ്പെടുന്നത് ഓരോ വാർഡിലും ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും സ്ത്രീ സൗഹൃദ കേന്ദ്രം വഴി പരിഹരിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് പഞ്ചായത്ത് എന്തെങ്കിലും ഡാറ്റ ഉണ്ട്. ഞങ്ങൾക്ക് അതാണ് പറയേണ്ടത്. സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങളുണ്ട് എല്ലാ വാർഡിലും. 23 പഞ്ചായത്ത് തല സ്ത്രീ സൗഹൃദ കേന്ദ്രമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി 23 വാർഡിലും സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രത്തിൽ ഒരു പെണ്ണിനൊരു പരാതിയുണ്ട്. അവിടെ ഞങ്ങൾ പരാതി പെട്ടി ആ കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതിയുണ്ട്, ആ പരാതി ആ പെട്ടിയിൽ എഴുതിയിടാം. അവിടെ എല്ലാ ദിവസവും അതിൻ്റെ ഒരു കീ പിന്നെ പഞ്ചായത്ത് മെമ്പറിൻ്റെ സ്ത്രീ സൗഹൃദ കേന്ദ്രത്തിൻ്റെ കൺവീനറുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളത് ADSൻ്റെ പ്രവർത്തകയാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ മാസത്തിലൊരിക്കൽ അത് തുറന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി അതിന് പ്രശ്ന പരിഹാരം നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിലെ നമുക്ക് 23-ാം വാർഡിലൊരു പരാതി വന്നിരുന്നു. ആദ്യം ഇതുപോലെ തന്നെ ADS ഈ പരാതിപ്പെട്ടിയിൽ പറയാതെ തന്നെ കുഞ്ഞിനുണ്ടായൊരു അനുഭവം അവൾ ADS പ്രസിഡന്റിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. വീട്ടിലെ ബുദ്ധിമുട്ട്, അച്ഛൻ മദ്യപിക്കും, അമ്മ മാനസിക രോഗിയാണ്. ഈ കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായതാണ്. പക്ഷേ ഒരച്ഛനിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കാത്തൊരു അനുഭവം ആ കൊച്ചു കുഞ്ഞിനുണ്ടായി. ഉടനെ തന്നെ ADS പ്രസിഡന്റ്, അവൾക്ക് അറിയാവുന്ന അത്രയേ ഉള്ളൂ, ADS പ്രസിഡന്റിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴേ അവർ ഞങ്ങളെ സമീപിച്ചു. ഇതുപോലൊരു വിഷയമുണ്ട്, ബന്ധപ്പെടും. അപ്പം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി, CDS ചെയർപേഴ്സൺ, അവിടുത്തെ ADS പ്രവർത്തകരുമായിട്ട് വീട്ടിൽ ചെന്നു കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ കുഞ്ഞിനോട് ചോദിച്ചു, ഞങ്ങൾ അറിഞ്ഞ വിവരം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായിട്ടും അനുഭവം കുഞ്ഞിനുണ്ടായി. തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് യാതൊരു രക്ഷയുമില്ല, പഠിക്കാൻ പോകാനായിട്ട്. കുടുംബശ്രീ മെമ്പറാണോ ആ കുടുംബം? ആ, കുടുംബശ്രീ മെമ്പർ. കുഞ്ഞിന് പഠിക്കാൻ രക്ഷയില്ല, അവൾക്ക് ഭക്ഷണമില്ല. അപ്പോഴെന്ത് ചെയ്തു, ഈ കാര്യം ഞങ്ങൾ അമ്മയോട് പറയാൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോഴേ അമ്മ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ കുഞ്ഞ് പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അമ്മയും അച്ഛനെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ പറഞ്ഞുണ്ടാക്കിയതാണെന്നാ. കൊച്ചിന് ഭക്ഷണമില്ല, കൊച്ചിന് വസ്ത്രം ഉണ്ടായിരുന്നത് കത്തിച്ചു കളഞ്ഞു. കുഞ്ഞിനെ പിന്നെ അടുത്തൊരു വീട്ടിലെ 3 പെൺമക്കളുള്ള ഒരു അമ്മയാണ് നോക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കാണിക്കാൻ പോകുന്നതിൽ ഒന്ന് ഈ സ്ത്രീ സൗഹൃദ ഗ്രാമമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആദ്യം കാണാം. കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് ചോദിക്കാം. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഒരു നാടിനെ മുഴുവൻ സ്ത്രീ സൗഹൃദത്തിന്റെ ഊഷ്മള ഭൂമിയാക്കി മാറ്റിയ വേറിട്ടതും വിജയകരവുമായ പദ്ധതിയുടെ ദൃശ്യമാണ് ഇനി നമ്മൾ കാണുന്നത്. സ്ത്രീ സൗഹൃദ ഗ്രാമം.
എത്ര നാര്യസ്സു പൂജ്യന്തേ രമന്തേ തത്ര ദേവതഃ. എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കപ്പെടും. ഉപനിഷത്തു വചനം യാഥാർത്ഥ്യമെങ്കിൽ ഈ മാരാരിക്കുളം ഗ്രാമം ആരാലും അനുഗ്രഹീതമായിരിക്കുമെന്നത് തീർച്ചയാണ്. കാരണം ഇത് സ്ത്രീ സൗഹൃദ ഗ്രാമമാണ്. ലിംഗഭേദമില്ലാതെ ഒരുപോലെ ജീവിക്കാൻ യോഗയും തായ്ക്കൊണ്ടയും കായിക പരിശീലനവും ഒക്കെ നൽകി സ്ത്രീകളെ പ്രാപ്തരാക്കുകയാണ് ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർ. പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ അയൽക്കൂട്ടങ്ങൾ വഴി നടത്തിയ സർവേയിലൂടെ കണ്ടെത്തുകയാണ് ഇവർ ആദ്യം ചെയ്തത്. തുടർന്ന് ജാഗ്രതാ സമിതികൾ എല്ലാ വാർഡിലും രൂപീകരിച്ചും പൊതുവഴികളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചും NREGSമായി സഹകരിച്ച് കാട് പിടിച്ചു കിടന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചും ഹെൽപ്പ് ലൈൻ ബോർഡുകൾ സ്ഥാപിച്ചും ഇവർ സ്ത്രീകൾക്ക് സുരക്ഷാ കവചമൊരുക്കി. ഏകാഗ്രമായ മനസ്സും പ്രതിരോധശേഷിയുള്ള ശരീരവും പ്രദാനം ചെയ്യുന്നതിൽ പഞ്ചായത്തിലെ പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ കുട്ടികൾക്കുമായി തായ്ക്കൊണ്ടോ പരിശീലനമൊരുക്കി. രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം നടത്തിയും അധ്യാപകർക്ക് പരിശീലനം സംഘടിപ്പിച്ചും പദ്ധതിയുടെ സമഗ്രത ഉറപ്പുവരുത്തി. പെൺകുട്ടികൾക്കെതിരെയുള്ള ശല്യങ്ങളെ നേരിടാൻ മാനസികമായും ശാരീരികമായും തായ്ക്കൊണ്ട പഠിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് കഴിയുന്നു. തായ്ക്കൊണ്ട പഠിക്കുന്നതിലൂടെ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള മനോധൈര്യം ലഭിക്കുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സ്ത്രീകൾക്കായി നടത്തുന്ന ഹെൽത്ത് ക്ലബ്, യോഗ പരിശീലനം എന്നിവ ഇവിടെ നടത്തുന്ന മാതൃകാപരമായ പദ്ധതികളാണ്. മാരാരിക്കുളം സൗത്ത് ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും യോഗ പരിശീലനം നടക്കുന്നുണ്ട്. ഓരോ വാർഡുകളിലും പഞ്ചായത്തിന്റെ യോഗ മാസ്റ്റർ ക്ലാസ് എടുക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ സ്വയം പരിശീലനം നടത്തുകയും ചെയ്യുന്നു. കുടുംബ പ്രശ്നങ്ങൾക്കും അതിർത്തി തർക്കങ്ങൾക്കുമൊന്നും കോടതിയും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങി സമയം പാഴാക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഇവിടെയില്ല. എല്ലാം പ്രാദേശിക വിദഗ്ധ സമിതികളടങ്ങിയ ജാഗ്രതാ സമിതികളാൽ പരിഹൃതമാണ്. വീട്ടുകാർ ജാഗ്രതാ സമിതിയിൽ പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് തിരക്കുകയും പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് എല്ലാവരുടെ സാന്നിധ്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യുകയും കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീട്ടിൽ അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. സ്വർണത്തിൻ്റെ പേരിലുള്ള ഒരു ഇച്ചിരി ഇതുകൂടെയുള്ള അത് ഇവർ മുഖാന്തരം തീർത്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് എന്നോട് പറയണമെന്നില്ല. നിങ്ങളുടെ സ്ത്രീകളും കുട്ടികളും എങ്ങനെ ജീവിക്കുന്നു എന്നതിലൂടെ ഞാനത് മനസ്സിലാക്കിക്കൊള്ളാം. വിക്ടർ ഹ്യൂഗോയുടെ ഈ വാക്കുകളാണ് ഇവിടെ ഇവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജാഗ്രതാ സമിതി നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? വാർഡ് തലത്തിലെ ഈ സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങളുണ്ട്. വാർഡ് തലത്തിലും ജാഗ്രതാ സമിതി ഓരോ വാർഡിലും സ്ത്രീ സൗഹൃദ കേന്ദ്രം. ആരെങ്കിലും ഉണ്ടോ? അതിൽ കേസുകളൊക്കെ വരുന്നുണ്ടോ? അവിടെ കേസുകൾ വരുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം അത് തുറന്ന് കൺവീനറുടെ കയ്യിലാണ്. വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒന്നും അത്ര ഇപ്പൊ കേസ് കുറവാണ്. കേസ് കുറയുന്നുണ്ടോ കുറയുന്നുണ്ട്. നിങ്ങളിപ്പോ പറയുന്ന കേട്ടാല് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിനെതിരായ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇത് നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ടൊന്നാണ് അറിയേണ്ടത്. അതെ നടപ്പാക്കിയപ്പോൾ ഉണ്ടായിപ്പോൾ ആദ്യം നമ്മൾ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷെ അതിന് പകരം തന്നെ നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള പുരുഷ സ്വാശ്രയ സംഘങ്ങളടക്കമുള്ള സാംസ്കാരിക സാമൂഹിക സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു കൂട്ടായ യോഗം നമ്മൾ വിളിച്ചു ചേർക്കാനുണ്ടായത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു 153 വരുന്ന ഫാക്കൽറ്റീസിന് പ്രത്യേക പരിശീലനം നമ്മൾ കുടുംബശ്രീ വഴി നമ്മൾ കൊടുക്കുകയുണ്ടായി. പഞ്ചായത്തിന്റെ 600ഓളം വരുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ വളണ്ടിയർമാർക്ക് നമ്മൾ പ്രത്യേക പരിശീലനം കൊടുത്തു. ആ പരിശീലനത്തിലൂടെ നമ്മൾ കുടുംബങ്ങളിൽ ആരോഗ്യം എന്നുള്ളൊരു പ്രവർത്തനം ഏറ്റെടുത്തു. ആദ്യം മദ്യത്തിനും മയക്കുമരുന്നും എതിരാളുള്ള ഒരു പ്രചാരവേലയാണ് എല്ലാ കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, കുടുംബാംഗങ്ങൾ മുഴുവൻ പേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് നടത്തിയത്. എനിക്കറിയേണ്ടത് കുടുംബശ്രീയുടെ പ്രവർത്തനവും അതിന്റെ റോളും എടുത്ത ആ ഒരു നേതൃത്വപരമായ റോള് കുടുംബശ്രീ എങ്ങനെയാണ് ഇതിൽ എടുത്തതെന്നാണ് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുള്ളത്. അപ്പോൾ നമ്മൾ വാർഡ് തലത്തിലെ നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് ആ ജാഗ്രതാ സമിതിയിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ
നമ്മൾ സൗഹൃദമായിട്ട് കുടുംബങ്ങളിൽ കയറി ഇറങ്ങി പ്രശ്നങ്ങൾ പരിഹരിച്ചു. നമ്മളെ കൊണ്ട് അവിടെ വെച്ചും പറ്റാതെ വന്നപ്പോൾ നമുക്ക് പഞ്ചായത്തിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കേസ് റെഫർ ചെയ്തു. അവിടെയും പറ്റാതെ വന്നിട്ട് നമ്മൾ പിന്നീട് വനിതാ സെല്ലിലേക്കും ഒക്കെ വിട്ടു. അങ്ങനെ വാർഡ് തലത്തിലെ ആലപ്പുഴയിലേക്കും മറ്റ് ഓഫീസുകളിലേക്കും നമ്മൾ പോയി. നമ്മളെ കൊണ്ട് പറ്റാതെ വരുന്ന കേസുകൾ ഇങ്ങനെ വളരെ കുറച്ചുള്ളൂ. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ കേസ് വളരെ കുറഞ്ഞു. ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കണ്ട് പുരുഷന്മാരിപ്പോ കുറച്ചൊക്കെ അവരും നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് നമ്മൾ ചോദിച്ചോട്ടെ, നമ്മുടെ സമൂഹത്തിലെ ഇങ്ങനെ ഇത്രയും നമ്മൾ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ അതിക്രമങ്ങൾ ഇതുമാതിരിയുള്ള പെൺകുട്ടികൾ, ചെറിയ കുട്ടികളടക്കമുള്ളവരുടെ നേരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പുറത്തു പറയാൻ പറ്റാത്തതുമായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. കാരണം ചെറുപ്പകാലം മുതൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വാഭാവികമായിട്ട് ഇടപഴകി പരിചയപ്പെടാനും സ്വാഭാവികമായി പെരുമാറാനും പറ്റാത്ത അവസരങ്ങളില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ആക്രാന്തി മാതിരിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? വീട് നന്നായ രീതിയിൽ അച്ഛനും അമ്മയും നല്ലൊരു കുടുംബജീവിതവും മക്കളെ തെറ്റേത് ശരിയേത് അവൻ ആങ്ങളെയാണ് പെങ്ങളാണ് അല്ലെ അങ്ങനെ ഒരു ബോധത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തിയിട്ടില്ല. നമ്മുടെ ഒരു വലിയ പോരായ്മ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ഒരുങ്ങേണ്ടത്. വീടാണ് ആദ്യം ഒരുങ്ങേണ്ടത്. വീട് ഒരുങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ടോ എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വരാറുണ്ട്. കുടുംബശ്രീയുടെ യോഗങ്ങൾ ചെറിയ ഗ്രൂപ്പ് 3 ഗ്രൂപ്പുകളായിട്ടുള്ള യോഗങ്ങൾ വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് 600-ൽ പരം യോഗങ്ങൾ ഇതുപോലെ നടന്നു. അവിടെ വന്ന അനുഭവങ്ങളാണ് നമുക്ക് ഇതിൽ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് റോഷനോട് കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ഉത്സാഹത്തില് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് തൈക്കണ്ടോ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പെൺകുട്ടികളെ എത്ര വേഗം അത് പഠിക്കുന്നുണ്ട് അവര്. അതിനെക്കുറിച്ച് അതൊന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് കാണിച്ചു തരണം. കണ്ണൻ സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോ തായ്ക്കൊണ്ടു ട്രെയിനിങ്, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ ആക്രമിക്കാൻ വന്നാൽ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ആക്രമിക്കാൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഇവിടെ മിസ്റ്റർ റോഷൻ അല്ലെ കാണിച്ചു തരാൻ പോവാണ്. സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് എപ്പോഴാ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് ബേസിക്കലി അവർക്ക് എങ്ങനെയാണ് ഒരു അറ്റാക്ക് വന്നാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യുക, അവർക്ക് ജസ്റ്റ് ഒരു പ്രതികരണമാണെങ്കിലും ഒരു ഷൗട്ടിംഗ് ആണെങ്കിലും ശരി, അത് എങ്ങനെ ചെയ്യണം. പലപ്പോഴും പറ്റുന്നത് അവർക്ക് പേടി കൊണ്ട് ഒന്നും ചെയ്യാൻ മിണ്ടാതിരിക്കുക. ഇപ്പം ബസ്സിൽ വെച്ചപ്പോൾ ഒരാൾ തോണ്ടി, അത് എന്ത് ചെയ്യാം, അത് പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ആ ഒരു ഇത് മാറ്റിയെടുക്കുക. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഒറ്റയ്ക്കാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങി നടക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ സപ്പോസ് എന്നെ ഒരാൾ ആക്രമിക്കുകയാണ്, റോഷനെ എങ്ങനെ ഇത് പ്രതിരോധിക്കാൻ പഠിപ്പിക്കും? ഓക്കെ സിമ്പിൾ ആയിട്ടില്ല. 1 സ്ഥിരം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ്, ബൈക്കിൽ വരുന്നു, സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ അഡ്രസ്സ് ചോദിക്കാൻ നിൽക്കുന്നു, എന്നിട്ട് അഡ്രസ്സ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ വന്ന മാല പൊട്ടിക്കുന്നു. റോഷൻ ഇപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പോവാണ്. ഷോൾഡർ ക്യാച്ച്, കോളം ബോണുണ്ട്, നമ്മള് ടേൺ ചെയ്യാ. ഇപ്പോൾ എന്താണ് യോഗ എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് താങ്കളുടെ പേരും കൂടെ പറയണം. എൻ്റെ പേര് CV ചന്ദ്രസേനൻ. യോഗ എല്ലാ ആണും പെണ്ണും ഇല്ലാതെ തന്നെ മനുഷ്യർക്ക് ഉപകാരപ്രദമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീസഹജമായ ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗ വളരെയേറെ ഉത്തമമായ ഒരു അഭ്യാസ രീതിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം കുടുംബത്തിൽ അനുഭവിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ മാനസിക സംഘർഷം മാറ്റിയെടുക്കാൻ സ്ത്രീകളെ മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുകയും ശാരീരികമായ സ്ത്രീസഹജമായ അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗാസന മുറകൾ പഠിപ്പിക്കുകയാണ് പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവായ ആരോഗ്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിസ്, പ്രഷർ, അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രത്യേക ആസനാസ് ശൈലികൾ എല്ലാം
അല്ല, ഇതൊക്കെ ചെയ്യുന്നത് ഈ കുടുംബശ്രീയുടെ ഒരു പരിപാടിയായിട്ടാണോ? അതെ അതെ, കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വരുന്ന സ്ത്രീകളെയാണ് ചെയ്യിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമാണോ? സ്ത്രീകൾക്ക് മാത്രമല്ല, വേറെ ആർക്കും ഇല്ല. അപ്പൊ കുട്ടികൾ വന്നാലോ? കുട്ടികൾ വന്നാൽ ചെയ്യും, പെൺകുട്ടികൾ ചെയ്യും. ആൺകുട്ടികൾ വന്നാലും അത് ബാല അവസ്ഥയിലുള്ളവര് മാത്രം. അതായത് പുരുഷന്മാരെ മാത്രം തൊടത്തില്ല, പുരുഷന്മാരെ തൊടത്തില്ല. ഏകദേശം ഒരു 4610 സ്ത്രീകളെ ഈ കാലയളവിൽ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അവരിന്ന് ഈ പഞ്ചായത്തിൽ ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ പ്രത്യേകം ക്ലസ്റ്റർ സെന്ററിൽ കൊണ്ടുവന്ന് വീണ്ടും മാസ്റ്റർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാസ്റ്റർ ട്രെയിനിങ്ങിന് ചെയ്യാൻ പ്രാപ്തമായ ഒരു വീട്ടമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ആ വീട്ടമ്മ അവരുടെ കാര്യങ്ങൾ അവർ പറയും. ഞാൻ യോഗ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ഒത്തിരി എനർജറ്റിക് ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടും പിന്നെ നമുക്കുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒത്തിരി. നിങ്ങളെ കണ്ടിട്ട് ഒരു ടെൻഷനും തോന്നുന്നില്ലല്ലോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ അന്നുള്ള ടെൻഷൻ അന്നു തന്നെ മാറ്റി വെക്കും, ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും ടെൻഷൻ അടിച്ച് അത് കുടുംബശ്രീയിൽ ചേർന്നത് അംഗമായിട്ട് ഞാനിപ്പോ 6 വർഷമായിട്ട് കുടുംബശ്രീ. എന്താ കാരണം? അതോ ആരെങ്കിലും വന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചേർത്തതാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം തോന്നിയിട്ട്? ഇല്ല, ഗ്രാമസഭയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴത്തേക്കും കുടുംബശ്രീയെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ചും ഓരോരുത്തർ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും അത് നല്ലൊരു കാര്യമാണെന്ന് അറിയുകയും അതിലൊരു അംഗമാണെന്ന് ആഗ്രഹം തോന്നുകയും ഞങ്ങൾ അടുത്തുള്ള 20 പേര് കൂടെ ചേർന്ന് ഒരു കുടുംബശ്രീ രൂപീകരിക്കുകയും അതിൽ നിന്ന് ഞങ്ങൾ ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുവരെ എന്ത് ചെയ്തു? ജോലി ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങി. അതായത് പിന്നെ കുറച്ച് പൈസ ഞങ്ങൾ കളക്ട് ചെയ്തെടുത്തിട്ട് എല്ലാവരും കൂടെ ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടിട്ട് ഞങ്ങളൊരു തട്ടുകട പോലെ ഒരു വികസിച്ച് ശനിയാഴ്ച കുടുംബശ്രീയിലെ അംഗങ്ങളായ ഞങ്ങളെ പേര് 20 പേരും കൂടെ. അതിന് മുമ്പ് വല്ല ജോലി പരിചയം ഇല്ല, അതിന് മുമ്പ് വീട്ടമ്മയായിരുന്നു. എത്ര പഠിച്ചു? ഞാൻ ഡിഗ്രി പഠിച്ചതാണ്. എന്ത് ഡിഗ്രി? ബികോം. അപ്പൊ ബികോം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു? ഇല്ല, അതൊക്കെ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ കുട്ടികളൊക്കെ ആയ ശേഷം പോകാനായിട്ട് കുഞ്ഞിന് എപ്പോഴും അസുഖമാണ്. മോൾക്കും മോനും ആസ്മയുടെ കംപ്ലൈന്റ്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഇപ്പൊ തട്ടുകട ഉണ്ടോ? ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും സൗകര്യം അനുസരിച്ച് കുറേശ്ശെ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ എന്റെ മക്കൾ എന്റെ ഒപ്പം യോഗ പരിശീലിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ആസ്മാറ്റിക് പ്രോബ്ലം ഒത്തിരി കുറവാണ്. ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ മോൻ. മക്കളെ പഠിപ്പിച്ചത് നിങ്ങളാണോ? ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ്. അപ്പൊ മോനിപ്പോ നല്ല മാറ്റമുണ്ട് യോഗ ചെയ്ത്. പിന്നെ മറ്റേ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോൻ ഇപ്പൊ അവൻ അതിൽ നിന്നൊക്കെ ഒത്തിരി. എനിക്കാണെങ്കിലും ഞങ്ങളുടെ ഫാമിലി, ഞാൻ എൻ്റെ അമ്മച്ചിയെയും എൻ്റെ റിലേറ്റീവ്സിനും എല്ലാം ഞാൻ ഇതിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർക്കൊക്കെ ഒത്തിരി ബെനിഫിറ്റുകളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ കുടുംബശ്രീ യൂണിറ്റ് എല്ലാ ഉള്ളിലും ആരോഗ്യ വോളണ്ടിയറും വരുമാനദായക വോളണ്ടിയറും ഒക്കെ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും പേരിന് മാത്രമാണ്, മീറ്റിംഗിൽ തസ്തിക മാത്രമേ ഉള്ളൂ. പക്ഷെ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ CDC നേതൃത്വത്തിൽ ഈ ആരോഗ്യ വോളണ്ടിയറെ ഈ ഏറ്റെടുത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് 4 പരിഹാര മാർഗങ്ങളാണ് കണ്ടത്. ഒന്ന്, അവർക്ക് സാമൂഹികപരമായ ഒരു പ്രചോദനം. അതിനാണ് നമ്മൾ സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങളും ജാഗ്രതാ സമിതിയെ ശക്തിപ്പെടുത്തുകയും ചെയ്ത്. പഞ്ചായത്തുള്ള ജാഗ്രതാ സമിതിയും വാർഡുതല ജാഗ്രതാ സമിതിയും ശക്തിപ്പെടുത്തി. മറ്റൊന്ന് നമ്മുടെ ആരോഗ്യരക്ഷയ്ക്ക് യോഗയും അതുപോലെ ആയുർരേഖ പോലുള്ള പ്രൊജക്ടുകൾ ആരോഗ്യ വാർഡുകളിലൂടെ നടപ്പിലാക്കി നന്നായിട്ട് നടക്കുന്നു. പുരുഷന്മാർ മാത്രം ഉപയോഗിച്ചു പോന്നിരുന്ന അസുരവാദ്യമാണ് ചെണ്ട. എന്നാൽ വളയിട്ട കൈകൾ ചെണ്ടയിൽ മേളപ്പെരുക്കം തീർക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണണ്ടേ? വളയിട്ട കൈകൾ ചെണ്ടയിൽ താളവിസ്മയം തീർക്കുന്നത് കൗതുകത്തോടെയാണ് ആലപ്പുഴക്കാർ ആദ്യം കണ്ടത്. ഇന്ന് ആലപ്പുഴയും അയൽ ജില്ലകൾക്കും അപ്പുറം മലയാളക്കരയുടെ അതിരും കടന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും എന്തിന് ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിൽ വരെ മേളപ്പെരുക്കം തീർക്കുകയാണ് ഈ മാരാരിക്കുളത്തെ വീട്ടമ്മമാർ. 2005 മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച കുടുംബശ്രീയുടെ ശിങ്കാരിമേളം ഇന്നിവിടത്തെ 30 കുടുംബങ്ങൾക്ക് വെറും കലാപരിപാടി മാത്രമല്ല, അവരുടെ ജീവിതമാണ്. വിവിധ ജില്ലകളിൽ പോയി ഞങ്ങൾക്ക് പരിപാടി നടത്തുവാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു വരുമാന മാർഗം ഇതുമായിട്ട് ഞങ്ങൾക്ക്
സംബന്ധിച്ച് ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം തന്നെ ഞങ്ങളുടെ വീടുകളിൽ അലനില്ലുന്നുണ്ട്. ഇതുപോലെ കൂടുതൽ പേര് ഈ മേഖലകളിലോട്ട് വരികയും ഇതൊരു നല്ലൊരു അവസരമായി കണ്ടെത്തിക്കൊണ്ട് മറ്റ് ചെണ്ടപ്പുറത്ത് കോലിനടുത്ത് എന്നുള്ള പഴയ ചൊല്ലൊക്കെ മാറ്റിക്കൊണ്ട് ഇത് മറ്റ് പിന്നോക്കം നിൽക്കുന്ന ആ ചിന്താഗതിയും മാറ്റിക്കൊണ്ട് ഇതിന് ആഗ്രഹമുള്ള വനിതകൾ മുന്നോട്ട് വരികയും ഈ വേദികളിൽ പങ്കിട്ട് നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് എല്ലാവരുടെയും സഹകരണം ഇതിനകത്തുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം 50 വയസ്സും 40 വയസ്സും 30 വയസ്സും 15 വയസ്സും 18 വയസ്സും ഉള്ളവരൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ഒരു വേദിയിൽ പങ്കിടാൻ ഒക്കുമ്പോൾ ആ ചെറുപ്പത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് വരുന്നത്. കാരണം ജില്ലകളിൽ തോറും മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷം ഈ വേദിയിൽ പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. കൈയടിച്ചും പാട്ടുപാടിയും വാഹനങ്ങളിൽ സഞ്ചരിച്ച് കാണാത്ത നാടുകളെയും നാട്ടുകാരെയും കണ്ട് കള്ളന്മാരെയും കൊള്ളാവുന്നവരെയും മനസ്സിലാക്കി നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അന്യനാടുകളിലും സ്വന്തം ദേശത്തും മേളപ്പതക്കങ്ങൾ തീർത്തപ്പോൾ ഇതുവരെ കാണാത്തൊരു ലോകമാണ് ഇവർ കണ്ടത്. 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ഒരു ഉത്സവം നടന്നപ്പോൾ തിരുവുത്സവം, ആ പരിപാടി ഞങ്ങൾ 2 മാസം കൊണ്ട് ഞങ്ങളെ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പ്രാപ്തമാക്കി തന്നു ആശാൻ. അപ്പോൾ ഞങ്ങൾക്ക് ആശാനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല, മരണം വരെ. ഇതുപോലെ ഒരു തൊഴിൽ കലയാണെങ്കിൽ പോലും അതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് 15 കുടുംബങ്ങളിൽ അത്യാവശ്യം കാര്യങ്ങൾ ദൈനംദിനം ചെയ്തു പോകാൻ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പൈസ ഞങ്ങൾ മുഴുവനായിട്ടും വീടുകളിൽ ചിലവാക്കാതെ നാളേക്ക് ഞങ്ങൾക്ക് 10 പൈസ സമ്പാദിക്കണമെന്ന് കരുതി അതിനേക്ക് ഞങ്ങളൊരു വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലൂടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും കുടുംബങ്ങളിൽ ആവശ്യം വരുമ്പോൾ അത് വായ്പയായി കൊടുക്കാനും അത്തരത്തിലൂടെ മുന്നോട്ട് പോകാനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അനുഭവത്തിലൂടെ ഇവരറിഞ്ഞ ജീവിതവും ആർജിച്ച ശേഷിയും ഈ വീട്ടമ്മമാരുടെ വാക്കുകളിൽ വ്യക്തമാണ്. കവി പറഞ്ഞ പോലെ അടുക്കളയിലെ അടുപ്പിന് പിന്നിലെ മറ്റൊരു വിറക് കൊള്ളിയായി എരിഞ്ഞു തീരുമായിരുന്ന ഈ വീട്ടമ്മമാരെ നിവർന്നു നിൽക്കുവാനും കരുത്തരാകുവാനും വഴിയൊരുക്കിയതിന് അഭിമാനിക്കാം മാരാരിക്കുളം തെക്കു പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ. ഈ ഗ്രൂപ്പിലെ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയാമോ? എങ്ങനെയാണ് കുടുംബശ്രീയിൽ വന്നത്? ഇതെങ്ങനെ ഒരു വരുമാന മാർഗമായി മാറ്റിയെടുത്തു എന്നും കൂടി പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. കുടുംബശ്രീ യൂണിറ്റ് ഉദയ കുടുംബശ്രീ എന്നാണ് എൻ്റെ യൂണിറ്റിൻ്റെ പേര്. അപ്പം ഒരു 2010 ആ യോഗത്തിൽ കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ മേളത്തെ ശിങ്കാരിമേളം വനിതകളുടെ ഒരു മേളത്തിനെ കുറിച്ച് ഇങ്ങനെ അറിയുകയും ആ ഒരു വിവരം വന്ന് യൂണിറ്റിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ പേര് രാജേശ്വരി. ഏത് വർഷമാണ് ഇതിൽ വന്നത്? കുടുംബശ്രീ തുടങ്ങിയത് നമ്മൾ 2000 തുടങ്ങി. ഞങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയത് 2020. അതിൽ കുടുംബശ്രീയിൽ ചേരാനുള്ള ഒരു എന്താ കാരണം? നിങ്ങളുടെ പശ്ചാത്തലം എന്താണ്? കുടുംബശ്രീ യൂണിറ്റ് ഞങ്ങളിങ്ങനെ വാർഡ് തലത്തിൽ പിന്നെ വന്ന് നമ്മുടെ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ വാർഡ് തലത്തിൽ സംസാരം നമ്മൾ അടുത്തുള്ള വീടുകളിലെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണം എന്ന് സംസാരിച്ചപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള 20 വീട്ടുകാർ കൂടിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി. അതുപോലെ തന്നെ അത് ആ മാസത്തിൽ തന്നെ തൊട്ടടുത്ത് തുടർന്നുള്ള വീടുകളിൽ ഇതുപോലെ കൂട്ടമായിട്ട് അയൽക്കൂട്ടം സംഘടിപ്പിക്കാറുണ്ട്. ആദ്യമൊക്കെ എല്ലാവർക്കും ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൈസ സംഘടിപ്പിച്ച് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുവോ, ഇത് പൊട്ടിപ്പോവോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ ഇതിലോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിതൊരു പറഞ്ഞാൽ ഇത് തീരാത്തൊരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെച്ചാൽ പിന്നെ കലാപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ട് ആണെങ്കിലും ഇപ്പൊ കൃഷി കാര്യങ്ങൾ ഇപ്പൊ കൂട്ടമായിട്ട് ചേരുന്നതിനും ബിസിനസ് പ്രോഗ്രാമിന് എത്ര രൂപ കിട്ടും? പ്രോഗ്രാമിന് ഇപ്പൊ നമുക്ക് 3000 ചെയ്യുന്ന ചെറിയ പ്രോഗ്രാം ഉണ്ട്, 10,000 കിട്ടുന്നതുണ്ട്. നമ്മളിപ്പം മറ്റു ജില്ലകളിൽ ഇപ്പൊ കൊല്ലത്ത് എത്ര പേരാ നിങ്ങൾ പോകുന്ന ഒരു പ്രോഗ്രാമിന്? അതിപ്പോ അവർ പറയുന്ന അനുസരിച്ച് ഇപ്പൊ 9 പേര് പറയും, ചിലപ്പോൾ 12 പറയും, ഇല്ല 15 പറയും. അപ്പം ഞങ്ങളുടെ മാരാരിക്കുളത്ത് തിലകനാശനാണ് ഞങ്ങൾ 2 ഗ്രൂപ്പുകാരെയും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ പേര് വേണ്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ കൂടെയും പോകാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല 3 ഗ്രൂപ്പുണ്ട്. 3 ഗ്രൂപ്പുണ്ട്. ഒരു മാരാരിക്കുളം തിലകനാശന ഒരാളിന് ഒരു 250 രൂപ കിട്ടും. 250, 400. ഒരു മാസം എന്ത് വരുമാനം ഉണ്ടാവും? ഒരു മാസം നമുക്കിപ്പം ഒരു പരിപാടിക്ക് 10-800 രൂപ കിട്ടുമെങ്കിൽ ഒരു 6-7 പരിപാടിയൊക്കെ ഒരു മാസം കിട്ടുന്നിരിക്കും. ചിലപ്പോൾ 2 പരിപാടി കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്ന മാസങ്ങളും ഉണ്ട്. ഇപ്പൊ സീസൺ ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് കിട്ടുന്ന മാസങ്ങളും ഉണ്ട്. സീസൺ എന്ന് പറഞ്ഞാൽ ഏത് മാസങ്ങളിലാണ്? ഉത്സവ സീസൺ വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് എത്ര കിട്ടും എന്നുള്ളതാണ്. കുമാർ പറഞ്ഞാൽ മതി, എത്ര കിട്ടും മാസം സീസൺ ഉള്ള മാസങ്ങളില്?
സീസൺ സമയത്ത് എന്ത് കിട്ടും മാസം? ഒരാളിന് 10,000-15,000 രൂപ വരെ കിട്ടും. ഒരാൾക്ക് കിട്ടും. ഒരാൾക്ക്. അപ്പൊ അങ്ങനെ 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 15 പേരുണ്ട്. 15. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പ് എപ്പോഴാ തുടങ്ങിയത്? പറയൂ, പേരെന്താ? എന്റെ പേര് അനിത. നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് മാരാരി കലാനിലയം എന്നാണ്. അല്ല, അനിത എന്തിനാണ് ഇതിൽ ഈ കുടുംബശ്രീയിൽ ആദ്യമായിട്ട് ചേരാൻ അങ്ങനെ ആഗ്രഹിച്ചത്? വീട്ടിലൊക്കെ ഇരുന്ന് സുഖമായിരുന്ന് ഊണ് കഴിച്ച് TV ഒക്കെ കണ്ടിരുന്നൂടെ? അങ്ങനെയല്ല സാർ, നമ്മുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം പറയാം. അങ്ങനെ ആദ്യമൊക്കെ പറയുന്നത് കുശുമ്പ് പറയാൻ വേണ്ടിയാണ് കുടുംബശ്രീ യോഗം കൂടുന്നതായിരുന്നു പണ്ടൊക്കെ. അല്ലാതെ സാമ്പത്തികമായിട്ട് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വെറുതെ സമയം പോകാൻ വേണ്ടി. അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങള്, അതിനെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ കുടുംബശ്രീയിലൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ അവിടെ എവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടറിയുന്നതിനേക്കാൾ നല്ലത് ഗ്രൂപ്പുകൾ, യൂണിറ്റുകൾ, കുടുംബശ്രീ യൂണിറ്റുകളാകുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഭാരവാഹികൾ വഴി നമുക്ക് അറിയാം. വീട്ടുകാര്യങ്ങളൊക്കെ ആര് ചെയ്യും? എന്തോ? അപ്പൊ വീട്ടിലത്തെ ജോലികളൊക്കെ ആരാ ചെയ്യുന്നത്? വീട്ടിലെ ജോലികള് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു സ്ത്രീ നിഷ്ഠമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് അതിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിക്കുന്നത്. എന്റെ ഭർത്താവ്, ഞാനിപ്പോ ഈ മേളത്തിന് പോകുന്നുണ്ട്, ചിലപ്പോൾ 4 മണിക്ക് വെളുപ്പിന് പോകാറുണ്ട്, പാതിരാക്കി കയറി ചെല്ലാറുണ്ട്. അപ്പോഴൊക്കെ എന്റെ കുടുംബം എന്നോടൊപ്പം സഹകരിക്കുന്നതാണ്. എന്റെ ഭർത്താവിന്റെ അടുക്കള കാര്യങ്ങളില്ലാത്ത സമയത്ത് ആരാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എന്റെ മോള് എന്റെ കൂടെ ശിങ്കാരി മേളത്തിന് വരാറുണ്ട്. മോൾക്ക് 12 ആരെങ്കിലും കൂടെ ഉണ്ടോ? ആരുമില്ല, ഞങ്ങൾ ഒരു കുടുംബമാണ്. പിന്നെ മകനും അച്ഛനും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അവർക്ക് ഭക്ഷണം ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അവർ ഭക്ഷണം പാകം ചെയ്ത് തന്നെ കഴിക്കും. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. കിട്ടുന്ന വരുമാനം അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടോന്ന്? ഫുൾ സപ്പോർട്ട് ഉണ്ട്. കിട്ടുന്ന വരുമാനം എന്റെ ഭർത്താവിന് ആ കുടുംബത്തിന് ഒരു അത്താണിയാണ്. അപ്പോ പിന്നെ അവർ നമ്മളോടൊപ്പം നിന്നെങ്കിലല്ലേ അത് മുന്നോട്ട്. ഭർത്താവ് വെൽഡിംഗ് ജോലിക്ക് പോകുന്ന ആളാണ്. 2 കുട്ടികളാണോ? 2 കുട്ടികളാണ്. നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾ അത് സേവ് ചെയ്ത് വെക്കുക? ഇല്ല സാറേ, വീട്ടിലെ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ ഒരു ചെറിയ വരുമാനം മാറ്റിവെക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ 2 പേരും ചെലവ് ചെയ്യുന്നുണ്ട്? സ്ഥിരമായ ഒരു വരുമാനമുള്ള ആളല്ല വെൽഡിംഗ് തൊഴിലാളി എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ ഗ്രൂപ്പുകളും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഒരുമിച്ചല്ല, 2 അപ്പൊ ഞങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് ആ ഒരു ആശാലങ്ങനെ ഇത്രയും ഇരിക്കുന്നോണ്ട് ചോദിക്കുകയാണ്, ഇതിൽ ആരുടെ പഞ്ചായത്ത് മേള നല്ലത്, പുരുഷന്മാരുടെ ആണോ സ്ത്രീകളുടെ ആണോ? കുഴക്കുന്ന ചോദ്യമാണ്. സ്ത്രീകളുടെ തന്നെയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് താങ്ങും തണലുമായി മാറുകയാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ ബഡ് സ്കൂൾ. നമുക്ക് ഇനി ബഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ ദൃശ്യം കാണാം. എൻ്റെ മോൻ്റെ പേര് പ്രിൻസ് എന്നാണ്. പണ്ട് മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് ഓടി ഒളിക്കുമായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. സംസാരിക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഒന്നുമില്ല. ഇപ്പം അയാൾ സ്കൂളിൽ പോയി 2 വർഷമായി. 5 വയസ്സിൽ കൊണ്ട് ചേർത്താണ്. പണ്ടത്തേലൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. ഇത് മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ നയിക്കുന്ന ബഡ് സ്കൂളാണ്. വിധിയുടെ വികൃതിയാൽ വൈകൃതം പേറേണ്ടി വന്ന് ജീവിതം ഭാരമായെന്ന് കരുതിയ കുട്ടികളും മുതിർന്നവരുമായ 50-ലധികം പേർ ഇവിടെ അച്ചടക്കമുള്ള കുട്ടികളായി ആനന്ദത്തോടെ സമയം ചെലവിടുന്നു. സ്ഥിരതയില്ലാത്ത മനസ്സുകൾ കാട്ടുന്ന കുസൃതികളോടും വികൃതികളോടും ഇവിടത്തെ അധ്യാപികമാർ പുലർത്തുന്ന വാത്സല്യത്തിന് അമ്മിഞ്ഞ പാലിന്റെ മധുരമാണുള്ളത്. എപ്പോഴും മറ്റൊരാളിന്റെ പരിചരണം അനിവാര്യമായ ഈ കുഞ്ഞുങ്ങളെയും നോക്കി അന്നത്തിന് വകയൊപ്പിക്കുവാൻ പോലും വീട് വിട്ടു പോകുവാൻ കഴിയാതിരുന്ന നിരവധി മാതാപിതാക്കളുടെ തീരാ ദുഃഖത്തിന് വലിയൊരു ആശ്വാസവും പരിഹാരവുമാണ് ഇന്നീ ബഡ് സ്കൂൾ. വീട്ടിലെ കുടിസുമുറികൾക്കുള്ളിൽ നിന്നും വിശാലമായ സ്ഥലവും സൗകര്യവുമുള്ള ഒരിടവും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപികമാരെയും ആയമാരെയും ലഭ്യമായപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഇവർക്കുണ്ടായതെന്ന് അമ്മമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.
കളിക്കാനൊക്കെ കൂട്ടുകൂടുകയും മറ്റുള്ള പിള്ളേരോടൊക്കെ സഹകരിക്കുകയും ആൾക്കൂട്ടത്തിലൊക്കെ ഇപ്പോൾ കൊണ്ടുപോകാം. സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ വാതിറക്കുകയും ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതുപോലെ വീട്ടിൽ തന്നെ നല്ല സ്മാർട്ടാണ്. 4 അധ്യാപികമാരും 3 ആയമാരും മുഴുവൻ സമയവും ഇവരെ പരിചരിക്കുന്നു. കൂടാതെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡാൻസ് ടീച്ചർ, യോഗ ടീച്ചർ എന്നിവരുടെ സേവനവും ഇവർക്ക് ലഭ്യമാണ്. ഭിന്നശേഷിയുള്ള ഇവർക്ക് നല്ല പരിചരണവും പരിശീലനവും ലഭിച്ചപ്പോൾ പുറത്തുവന്ന ഇവരുടെ സർഗാത്മക കഴിവുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. ൽ ആരംഭിച്ച ഈ ബഡ് സ്കൂളിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും വാഹനവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബശ്രീ പ്രവർത്തകരും അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും മനുഷ്യസ്നേഹവും വിലമതിക്കാനാവാത്തതാണെന്ന് ഇവിടെ അടയാളപ്പെടുത്തുന്നു. വൈകല്യത്തിൽ പിറന്നുപോയ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കഷ്ടമെന്ന് പറഞ്ഞ് മാറിപ്പോകുവാനല്ല, കണ്ണു തുറന്നു നോക്കി കൈപിടിച്ചു കൊണ്ടുവന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും തണലൊരുക്കി ഉല്ലാസപൂർണമായ ഒരു ജീവിതം ഇവർക്കും സമ്മാനിക്കുവാൻ തങ്ങളാലാവത് ചെയ്യുകയാണ് ഇവിടുത്തെ കുടുംബശ്രീയുടെ ധീര വനിതകൾ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 26 കുട്ടികളും 2 ടീച്ചേഴ്സും 2 അയ്യമാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്കൂളിൽ കുട്ടികൾ 59 കുട്ടികളുണ്ട്, 4 ടീച്ചേഴ്സ് ഉണ്ട്, 3 അയ്യമാരുണ്ട്. പിന്നെ പാർട്ട് ടൈമായിട്ട് ഡാൻസ് ടീച്ചർ വരുന്നുണ്ട്, മ്യൂസിക് ടീച്ചർ വരുന്നുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. യോഗ സാറ് കുറച്ച് നാൾ വന്ന് ടീച്ചേഴ്സിന് ട്രെയിനിങ് തന്നിരുന്നു. ഇപ്പൊ ടീച്ചേഴ്സാണ് കുട്ടികളെ കൊണ്ട് യോഗ ചെയ്യിക്കുന്നത്. ഇതിപ്പോ നിങ്ങള് വൈകുന്നേരം ആകുമ്പോ കുട്ടികളെ അവരുടെ വീട്ടിൽ പറഞ്ഞു വിടുവോ, അതോ അവിടെ തന്നെ താമസിപ്പിക്കണം? അല്ല, റെസിഡൻഷ്യലല്ല. ഞങ്ങൾ രാവിലെ സ്കൂൾ വണ്ടി 8:20 സ്റ്റാർട്ട് ചെയ്യും. അത് ഒരു കുട്ടികളുടെയും വീടിന്റെ വാതിക്കൽ പോയി കുട്ടികളെ എടുക്കുകയും തിരിച്ച് 3:30 വരെ ക്ലാസ് ഉള്ള തിരിച്ച് അവരുടെ വീടുകളിൽ കൊണ്ട് വൈകിട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ കണ്ടതിൽ ഏറ്റവും നന്നായി ഇതൊക്കെ പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഉടമകൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ക്ഷമയോട് കൂടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഇത് ഈശ്വരന്റെ ഒരു തീരുമാനമാണല്ലോ ഇതിങ്ങനെ വന്നത്. അപ്പോൾ അതില് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി ഇത് തോന്നിയതിൽ. ബാക്കിയെല്ലാം യോഗയും അതൊക്കെ നമുക്ക് എവിടെ അത്ര ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്നുള്ളതേ ഉള്ളൂ. ഇത് അതല്ല, ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നതായത്. എൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കൂളുണ്ടെന്നും കൊണ്ടാക്കിയാൽ നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ കണ്ട് ഒത്തിരി ഞങ്ങൾ ശ്രമിച്ച് ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട്. ഇത് എത്ര കുട്ടികളാണ് നിങ്ങൾക്ക്? ഒരാളേ ഉള്ളൂ. എത്ര വയസ്സുണ്ട് മോന്? മോനിപ്പോ 7ാമത്തെ വയസ്സ്. 7 വയസ്സ്. ഇപ്പൊ കുറച്ച് വ്യത്യാസം, ഇപ്പൊ ഒത്തിരി വ്യത്യാസം, കുറച്ചല്ല ഒത്തിരി. മറ്റേത് ആൾക്കാരുടെ വെട്ടത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അന്നേരവേ കരച്ചിലും വഴക്കുമായിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണം കൊടുത്താൽ വാ പോലും തുറക്കത്തില്ല. ഇപ്പൊ സ്കൂളിൽ വിട്ട് ആയമാരെല്ലാം കൂടി റെഡിയാക്കി തന്നു. രാവിലെ 8:30 ആകുമ്പോ വീടിന്റെ അവിടെ വണ്ടി വരും, ഞങ്ങളൊരുക്കി വിട്ടാൽ മതി. വണ്ടിയൊക്കെ കയറിപ്പോ ഭയങ്കര സന്തോഷമാണ്. തിരിച്ചു വരുമ്പോഴേ പറയും നാളെയും പോണോന്നൊക്കെ പറഞ്ഞിട്ടാ വരുന്നത്. 4:30 ആകുമ്പോ തിരിച്ചു വരികയും ചെയ്യും. തിരുവല്ലയില് ആഴ്ചയിലൊന്ന് വരും വീട്ടിലേക്ക്. ടീച്ചറോട് ചോദിക്കട്ടെ, അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ പല സ്കില്ലും പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പം എഴുതാവുന്ന കുട്ടികൾക്ക് റൈറ്റിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ അവരെ ഒത്തിരി മാറ്റം വരുത്താൻ നമുക്ക് പറ്റത്തില്ല. ചെറുതായിട്ടൊരു ചെറിയ മാറ്റം അത്രേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇവരിൽ നിന്ന്. അപ്പം ഞങ്ങൾ തുടർച്ചയായിട്ട് സ്കൂളിൽ വെച്ച് ആ സ്കില്ല് പരിശീലിപ്പിക്കുകയും പിന്നെ ഹോംവർക്ക് എന്ന രീതിയിൽ അത് അവർക്ക് കൊടുത്തുവിടുകയും ചെയ്യും. പിന്നെ അതുപോലെ ചില ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ട്. ഇപ്പം ചില എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്ക് ഭയങ്കര പേടി, അതായത് ചില പിള്ളേർക്ക് വടിയെടുത്താൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പം അവര് പേടിച്ച് വിറച്ച് പോലെ ഒക്കെ നമ്മളെ കാണിക്കും. അപ്പം ശരിക്കും ഞങ്ങൾ അവർ വീട്ടിൽ അവരോട് പറയും, നിങ്ങൾ അമ്മമാര് തല്ലുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയും ചിലപ്പം എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെങ്കിൽ അച്ഛൻ വടിയെടുക്കാറുണ്ട്, അവരുടെ നല്ലപോലെ അടി കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പറയും അങ്ങനെ ചെയ്യരുത് അവരെ. കാര്യം ആ ബിഹേവിയർ നമ്മൾ വേറെ രീതിയിൽ മാറ്റി ചെയ്യാവുള്ളൂ, അല്ലാതെ നമ്മൾ വടിയെടുത്ത് ഉപദ്രവിക്കരുത് അവരെ. അങ്ങനെ ഞങ്ങൾ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇങ്ങനെ ഒരു സിസ്റ്റം
അവിടെ ആരംഭിക്കാനായിട്ട് താങ്കളുടെ പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചത് എന്താണ്? നമ്മളൊരു സർവേ നടത്തിയപ്പോഴുണ്ട് ഒരു 63ഓളം കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ മറ്റു പ്രദേശങ്ങളിൽ പോയാണ്, അതുപോലെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ പോയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഫീസ്, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ബഡ് സ്കൂൾ ആരംഭിച്ചുകൂടാ എന്ന് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചു. നമ്മുടെ കുടുംബശ്രീ CDS ആയിട്ട് കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ബഡ് സ്കൂളിൽ നടത്തുന്നത്. മെന്റൽ സ്കൂൾസ്, മെഡിക്കൽ കോളേജസ് ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്കേജ് ഉണ്ടാകും? ഉണ്ട്. ഡോക്ടേഴ്സ്, നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാ മാസവും ഇവർക്ക് പരിശോധനയും ആവശ്യമായ ട്രീറ്റ്മെന്റുകളും എല്ലാം ചെയ്യുന്നു. കൊടുക്കേണ്ട കുട്ടികൾക്ക് മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ദിവസം കഴിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ രക്ഷിതാക്കൾ കൊടുത്തുവിടാറുണ്ട്. നമ്മുടെ ആയമാര് കൃത്യമായി അവർക്ക് മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരുപാട് സുമനസ്സുകൾ സഹായിക്കുന്നുണ്ട്. കാരണം പഞ്ചായത്തിന്റെ പ്രോജക്റ്റോ കുടുംബശ്രീയുടെ പണം കൊണ്ട് മാത്രമായി ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സഹായങ്ങൾ, നമ്മളെ വ്യത്യസ്തമായ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് ശമ്പളം ഉണ്ടോ? ഉണ്ട്. ഗവൺമെന്റ് ഓണറേറിയം കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ട പ്രത്യേക ടീച്ചേഴ്സ് ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ, അതെവിടെയാണ് അത് ചെയ്തത്? അത് ഞാൻ ചേർത്തല KVM സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോളേജിലാണ്. അത് എത്ര കാലം? 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സാണ്. എന്താണ് അതിന്റെ പേരെന്താ? ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. പിന്നെ എനിക്ക് പൊതുവായിട്ട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ സംരംഭങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ചെയർപേഴ്സൺ ആദ്യമായിട്ട്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള ഏതൊക്കെയാണ് ഉള്ളത്? മൈക്രോ എന്റർപ്രൈസസ് വളരെയധികം വിജയിച്ചിട്ടുള്ളത്? ശ്രീദേവി കറി പൗഡർ യൂണിറ്റ്, ബെൻമാൻ നാച്ചുറൽ ഫ്രഷ് മിൽക്ക്. പിന്നെ ഫ്രഷ് മിൽക്കിന്റെ പരിപാടി? ഫ്രഷ് മിൽക്കിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പശു വാങ്ങിച്ചിട്ട് 5 പേരുടെ യൂണിറ്റ്, കുടുംബശ്രീ അംഗങ്ങൾ ആയിട്ടുള്ള 5 പേരുടെ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പശുവിനെ വാങ്ങിക്കാനായിട്ട് ലോൺ എടുത്തു കൊടുത്തു ഈ യൂണിറ്റിന്. ഈ സ്കീമിൽ ഈ ഫ്രഷ് മിൽക്ക് അതുമാതിരിയുള്ള നിങ്ങളുടെ ഓരോ എന്റർപ്രൈസിൽ ചേർന്നത് കൊണ്ട് എന്തുമാത്രം അവരുടെ സാമ്പത്തികമായിട്ടുള്ള മാറ്റം വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ ഒരു 5000 രൂപയോളം എന്നാൽ ലോൺ എടുത്താണ്. ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്ത്, പിന്നെ 50,000 രൂപ സ്വന്തം കയ്യിൽ നിന്നും കൂടെ എടുത്ത് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി. 10 പേരുടെ ഒരു പ്രൊജക്റ്റാണ് അതുണ്ടാക്കി. കറി പൗഡർ യൂണിറ്റ് ഉണ്ടാക്കി. വാടക കെട്ടിടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് വാടകയും കൊടുത്ത് കറണ്ട് ചാർജും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5000 രൂപയോളം ഒരു മാസം അവർക്ക് കിട്ടുന്നുണ്ട്. ലിങ്കേജ് ലോൺ 24 കോടി രൂപ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് റീപേയ്മെന്റ് നടക്കുന്നതായിട്ട് എന്തെങ്കിലും അതിലൊരു കമ്മിറ്റി ഉണ്ടോ? റീപേയ്മെന്റ് MFന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ഇതേവരെ വീഴ്ചയൊന്നും വന്നിട്ടില്ല. 24 കോടിയാണ്, ഒരു വലിയ തുകയാണ്. 36 കോടി ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ലോൺ തരാത്തത് കൊണ്ട് വന്ന പ്രശ്നമാണ് 24 കോടിയായി. ജില്ലാ സഹകരണ ബാങ്കാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. 36 കോടി. ഇപ്പൊ കുടുംബശ്രീയില് അവിടെ നിക്ഷേപത്തിന്റെ 5 ഇരട്ടിയാണ് ലോൺ കൊടുക്കുന്നത്. അപ്പൊ ആ 5 ഇരട്ടി കൊടുക്കുമ്പോൾ 8 ലക്ഷം രൂപ വരെ ഒരു ഗ്രൂപ്പിന് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്. 8 ലക്ഷം രൂപ അത്ര അവരുടെ ആസ്തി നിക്ഷേപം, സ്വയം നിക്ഷേപം അത്രയും ഉണ്ട്. അപ്പൊ അത് കൃത്യമായി തിരിച്ചടവ് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടി. അത് നമ്മൾ ഒരു ഈടും കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു പത്രത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ എത്രയുണ്ട് കുടുംബശ്രീയില്? ഏറ്റവും അവസാനം വരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 617 അയൽക്കൂട്ടങ്ങളാണ്. അതിലെ 200 അയൽക്കൂട്ടങ്ങളെ 6 തീരദേശ വാർഡുകളിലായിട്ടുണ്ട്. അതായത് മത്സ്യബന്ധന മേഖലയില് സ്ത്രീകളില് 90% പേരെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളില് അംഗങ്ങളാക്കാൻ കഴിയുമെന്നാണ് CDS ചെയർപേഴ്സൺ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നു? തീർച്ചയായിട്ടും ഫിഷ് ഡ്രൈയിങ് യാർഡ് പോലെയുള്ള നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഒരു ജോയിന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മാരാരിക്കുളത്ത് പഞ്ചായത്ത് രാജ് നിയമം 165 പ്രകാരം ഒരു ജോയിന്റ് കമ്മിറ്റി രൂപീകരിച്ച് ഒരു ഫിഷ് ക്ലസ്റ്റർ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. യൂസേഴ്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കി. അല്ല, അതിനകത്ത് കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. കുടുംബശ്രീയാണ്. ഇത് പിന്നെ മാർക്കറ്റിംഗ് എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ റിട്ടേൺസ് ഒന്നും കിട്ടില്ലല്ലോ. ഈ എത്രയോ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു. പക്ഷെ യൂണിറ്റ്സ് സസ്റ്റൈനബിൾ ആയിട്ട് അത് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സംവിധാനം വേണം. കുടുംബശ്രീകൾ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഹോം ഷോപ്പിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഹോം ഷോപ്പർമാര് ഉണ്ട് വാർഡിൽ, എല്ലാ ഗ്രൂപ്പുണ്ട്. ഹോം ഷോപ്പ് മാരാരിക്കുളം സൗത്തിൽ ഹോം ഷോപ്പ് ഉണ്ട്. അപ്പൊ ഹോം ഷോപ്പർമാർ 4 പേരാ ഉള്ളത്. ഈ 4 പേര് ഈ ഉൽപ്പന്നങ്ങള് ഈ ഹോം ഷോപ്പിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഈ സാധനങ്ങൾ എടുത്ത് വാർഡ് തലത്തിൽ
കൊടുക്കുകയും വാർഡ് തല ADS മാസത്തിലുണ്ട്. ഈ മാസത്തിൽ ഈ ADS നടക്കുമ്പോഴാണ് ഇവർ ഓർഡർ എടുക്കുന്നത്. അതുവഴിയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറിപ്പൊടി ആണേലും മീനച്ചാറാണേലും അതുപോലെ വെജിറ്റബിൾ ഒക്കെ ആണെങ്കിലും എല്ലാം ഇതുവഴിയാണ് നമ്മൾ വാർഡ് പഞ്ചായത്ത് തലത്തിൽ എത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബിസിനസിൻ്റെയും വ്യാപാരത്തിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കൂടുതൽ ടെക്നോളജി ഇൻഡക്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സമഗ്രമായി ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ചെണ്ടമേളമുണ്ട്, യോഗയുണ്ട്, തായ്ക്കൊണ്ടും ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. മാരാരിക്കുളത്തേക്കൊന്ന് വന്നാലോ എന്ന് ഞങ്ങളിപ്പോൾ ആലോചിക്കാം. മാർക്കറിയാം? കണ്ണൻ സാറിന്റെ ഇടയ്ക്ക് തുടങ്ങാം. പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ബഡ് സ്കൂളിൻ്റെ കാര്യമാണ്. അതിനുവേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത പഞ്ചായത്തിനും അത് വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്ന കുടുംബശ്രീ സംഘത്തിനും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാനോ നമ്മളെപ്പോലെ കാര്യങ്ങൾ തിരിച്ചറിയാനോ കഴിവില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ. പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂടെ കടമയാണ്. അതുകൊണ്ട് എൻ്റെ മാർക്ക് 25-ൽ 15. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഞാൻ കൊടുത്തു 14, 25-ൽ 14. ഇവിടെ പറഞ്ഞതുപോലെ ഈ ബഡ് സ്കൂളാണ് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയത്. മാരാരിക്കുളത്തിൽ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന മാരാരിക്കുളത്തിന് ഞാൻ നൽകുന്നത് 15 മാർക്ക്. മാരാരിക്കുളം ഒരു ഐ ഓപ്പണറാണ്. കാരണം ഇത്ര ഭംഗിയായി ഈ ബഡ് സ്കൂൾ നടത്താൻ നിങ്ങൾ സാധിക്കുന്നുണ്ട്. അതിനെ ഒരു കേരള മോഡലാക്കി നമുക്ക് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. എൻ്റെ മാർക്ക് 15-ൽ 12. സാധാരണ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കേട്ടത് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടി നിങ്ങളതിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഇന്ന് ഇവിടെ നിങ്ങൾ കാണിച്ചതിൽ ലാഭമല്ല, മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും ആ സ്കൂളിൻ്റെ കാര്യം, ബഡ് സ്കൂളിൻ്റെ കാര്യമാണ് എനിക്ക് എടുത്തു പറയുക. കാരണം നല്ല മനസ്സ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു സ്കൂളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. തന്നെയല്ല ഒരു ഫീസ് ഇല്ല, ഒന്നുമില്ല, ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾക്ക് 3-4 ടീച്ചേഴ്സിനെ വെച്ചിരിക്കുന്നു, ആയമാരെ വെച്ചിരിക്കുന്നു, എല്ലാം ശമ്പളം കൊടുത്ത് പഞ്ചായത്തിൻ്റെ സഹായമുണ്ട് എന്ന് വരികിൽ പോലും നിങ്ങൾ അതിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ ബാക്കി യോഗയാണെന്ന് വരികയിലും അതെ, ബാക്കി എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അദ്ദേഹം മുമ്പേ കാണിച്ചു നാക്കോച്ചിന്റെ കൈയൊക്കെ തല്ലി ഒടിച്ച് അപ്പൊ ആ കൈ തല്ലി ഒടിച്ചതിന്റെ കാശ് കൂടെ കൊടുത്തിട്ട് പോകണം. അതിന് വല്ല കുഴമ്പ് വായിക്കാനുള്ള കാശ് കൊടുത്തേച്ച് വേണം ആക്ഷൻ കാണിച്ചിട്ട്. അപ്പോൾ അതൊന്നും ലാഭം ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തത് എനിക്ക് തോന്നുന്നു മാരാരിക്കുളം മാത്രമാണ് എന്നാണ്. ബാക്കി എല്ലാവരും ഒരു രൂപയെങ്കിലും നമുക്കതിൽ നിന്നൊരു ലാഭം ബാങ്കിലിടണം, മിച്ചം പിടിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ വർത്തമാനത്തിൽ ആരും അത് പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നല്ലൊരു സംരംഭമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇത് കൂടുതൽ വികസിച്ച് നിങ്ങളുടെ ഈ നല്ല മനസ്സിന് നന്മയെ എല്ലാവരും ഇത് കണ്ട് അവിടെയും ഓരോ സ്കൂളൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങാനുള്ള ആലോചനകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 10-ൽ 7. ലളിത ചേച്ചിയും മിനി മാമും ഒക്കെ പറഞ്ഞ പോലെ ലാഭേച്ഛയില്ലാതെ സ്വാർത്ഥതയില്ലാതെ മാരാരിക്കുളം തെക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 100-ൽ 63 മാർക്കാണ്.
മുറിച്ചുമാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേട് ബാധിച്ച പാവം മനസ്സു. പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ എന്ന കവിതയിലെ വരികളാണിവ. സമൂഹത്തിൽ കേടുബാധിച്ച മനസ്സുകളെ കണ്ടെത്തി സംഘബോധം കൊണ്ടും കഠിനമായ പരിശ്രമം കൊണ്ടും നല്ല മനസ്സുകൾക്ക് ഉടമകളാക്കി ഇവരെ മാറ്റിയെടുക്കുന്ന കുടുംബശ്രീയുടെ സ്നേഹഗാഥകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കുടുംബശ്രീ യൂണിറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ ഏരൻ്റപ്പ എന്റപ്പ ഏരേരൻ്റപ്പ ഹോയ് ഹോയ് ഏരൻ്റപ്പ എന്റപ്പ ഏരേരൻ്റപ്പ കുട്ടനാട്ടിൽ പടം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയനടങ്ങനും കൂട്ടനും അച്ഛനന്മാരും വന്നൊത്തുകൂടി തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ കുട്ടനാട്ടിൽ പടം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അച്ഛനടിയനടങ്ങരും കൂട്ടരും അച്ഛനന്മാരും വന്നൊത്തുകൂടി തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ രാമങ്കരി കുന്നങ്കരി ചേന്നങ്കരി യാത്തങ്കരി വട്ടിത്തുരുത്തുന്ന കോഴിമുക്ക് രാമങ്കരി കുന്നങ്കരി ചേന്നങ്കരി യാത്തങ്കരി വട്ടിത്തുരുത്തുന്ന കോഴിമുക്ക് തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ ഏരൻ്റപ്പ എന്റപ്പ ഏരേരൻ്റപ്പ ഹോയ് ഹോയ് ഏരൻ്റപ്പ എന്റപ്പ ഏരേരൻ്റപ്പ